അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നൂറ നൂറ എന്ത് പാപ്പ, ഈ എവിടെന്താ അവിടെ പോയിക്കണ്? അവിടെ എന്താ? ഒന്നുമില്ല പാപ്പ. ആ പിന്നുണ്ടല്ലോ, നാളെ കുറച്ച് നേരത്തെ കാലത്ത് അവര് വരുമായിരിക്കും. പിന്നെ നാളെ ഈ കോളേജിലൊന്നും പോകാനൊന്നും നിൽക്കണ്ട, മനസ്സിലായല്ലോ? ഉം. എന്നാൽ അവൾക്ക് ബാപ്പയോട് എന്തൊക്കെയോ തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ പേടിയാണ് ബാപ്പ. ബാപ്പയെ പേടിയാ. ബാപ്പ വല്ലാതെ കൊഞ്ചിക്കുന്ന കൂട്ടത്തിലൊന്നല്ല, കാര്യങ്ങൾ പറയും. അതന്നെ ബാപ്പ. എന്താടി? ഒന്നുമില്ല. എന്നാൽ പെട്ടെന്ന് ഉമ്മ പറഞ്ഞു, എന്താ മോളെ നിനക്കൊരു ആലോചന? നീ അവിടെയും ഇവിടെയും പോയി നിൽക്കുകയാണല്ലോ, എന്തു പറ്റി? എന്താ തോട്ടത്തിലൊക്കെ പോയി നിൽക്കണത്? ഉമ്മ ഒന്നുമില്ല, കല്യാണം ഇപ്പം എനിക്ക് വേണ്ടുമ്മ. ഞാനിപ്പോൾ കുറച്ചുകൂടി എനിക്ക് പഠിക്കണം. മോളെ കല്യാണം കഴിഞ്ഞിട്ടും പഠിക്കാലോ. എത്ര എത്ര കുട്ടികളുണ്ട് കല്യാണം കഴിഞ്ഞ് പഠിക്കണോലെ. പിന്നെ കൺമുമ്പൊക്കെ വന്ന നല്ല ആലോചന വെറുതെ തട്ടി തെറിപ്പിക്കണ്ട. ഫസ്റ്റത്തെ അങ്ങനെ ഒഴിവാക്കാൻ പാടില്ല എന്ന് എല്ലാവരും പറച്ചില്. ആദ്യം വന്ന ആലോചനയിൽ ഒരു നന്മ ഉണ്ടാവുമല്ലോ. ഇനി അത് തട്ടി തെറിപ്പിച്ച് വേറെ ഏത് ആൾക്കാരാന്നാവും എത്താവും നമുക്ക് പറയാൻ പറ്റൂല. ആദ്യമായിട്ട് വന്നതായതുകൊണ്ട് എൻ്റെ പൊന്നു മോളെ നീ എതിരൊന്നും പറയല്ലേ ഉമ്മ. നൂറ് സങ്കടത്തോടെ ഉമ്മയെ നോക്കി. പൊന്നാര മോളെ, അതൊക്കെ ശരിയാവും. നിനക്ക് ബേജാറും പേടിയൊക്കെ ഉണ്ടാവും, ശരി തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, വിവാഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. ഞാനൊക്കെ എത്ര ചെറുപ്പത്തിൽ ഇവിടെ വന്നിക്കണം എൻ്റെ ബാപ്പാൻ്റെ അടുത്ത്. എൻ്റെ ബാപ്പാനൊന്ന് കാണാൻ പോലുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം അന്നൊക്കെ നമ്മളെ ബാപ്പാരായിരിക്കും പെണ്ണ് കണ്ടുവരലും ഒക്കെ. ഇന്നെ കാണാൻ വന്നത് തന്നെ മൂപ്പര് ഇപ്പായിരുന്നു. മൂപ്പര് പോലും എന്നെ കണ്ടിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് പോലും ആ രാത്രി പോലും ഞാൻ മൂപ്പരെ കണ്ടിട്ടില്ല, മൂപ്പര് ഇനിയും കണ്ടിട്ടില്ല. അന്നൊക്കെ അങ്ങനെ ഒരു കാലം. അന്ന് പറയുമ്പോൾ ഒരു റൂമിൽ പോലും കിടക്കൂല, വേറെ വേറെ ഇട്ട് കിടക്കലൊക്കെ. പിന്നെ 1-2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അറിയാം ഇതാണ് എൻ്റെ ഹസ്ബൻഡ് എന്നുള്ളത്. അങ്ങനെയൊക്കെ ഒരു കാലം അന്നൊക്കെ ആലോചിച്ച് നോക്ക്. ഇപ്പൊ പിന്നെ കാണാൻ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടെങ്കിലല്ലേ ഒക്കെ കാര്യങ്ങളൊക്കെ നടക്കുക. അവൾ മൗനം പാലിച്ചു. എന്നാൽ ഈ സമയം അതാ സീനത്തിന്റെ വീട്ടിൽ. അന്ന് വർക്ക് കഴിഞ്ഞ് അവൻ നേരെ റൂമിലേക്ക് പോയി. മോനെ മോനെ ചായ എടുത്ത് വെച്ചിക്കണ്. ഉമ്മ എനിക്കിപ്പോൾ ചായ വേണ്ട. അതെന്താടാ? മറ്റേ നിനക്ക് ചായ ആയിട്ടും കടിയായിട്ടും എല്ലാം വേണമല്ലോ. എന്താ ഇപ്പം നിനക്ക് ചായയും കടിയൊന്നും വേണ്ടാത്തത്? എന്നും ചോദിക്കും ജോലി കഴിഞ്ഞ് വന്നാൽ, ഉമ്മ പൊരിക്കടി ഉണ്ടോ, അങ്ങനത്തെ കടി ഉണ്ടോ, ഇങ്ങനത്തെ കടി ഉണ്ടോ എന്നൊക്കെ. ഇപ്പം എന്താ ഒന്നും വേണ്ടേ? ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. വാ ഈയും സീനത്തും കൂടി ഇരുന്ന് കുടിക്ക്. മോനെ, സീനത്തിൻ്റെ മനസ്സെങ്ങനെങ്കിലും മാറ്റിട്ടോ. ഓളിപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എനിക്ക് എൻ്റെ കുഞ്ഞിനെ എൻ്റെ ഭർത്താവിന് തന്നെ മതിയെ പറഞ്ഞ് നിൽക്കുകയാണ്. എൻ്റെ പൊന്നാര മോനെ ഒന്ന് മാറ്റിയെടുക്ക്. കാരണം ഓല് വേറെ ജീവിതം തുടങ്ങിക്കണേ. നമ്മളെ മോളെ പൊരുത്തക്കേടുണ്ട്. ഉമ്മാൻ്റെ പൊന്നു മോനെ, ഈ എങ്ങനെങ്കിലും ഓളൊന്ന് മനസ്സ് മാറ്റിയെടുക്ക്. എന്നാൽ ഈ പ്രാവശ്യം അത് പറഞ്ഞപ്പോഴൊന്നും അവൻ കാര്യമായിട്ടൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. എന്താടാ എൻ്റെ പെങ്ങൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞേ ഈ കൂട്ടിക്കൊണ്ട് നിൽക്കണല്ലോ. ഇപ്പം എന്താ കൂടുതലായിട്ട് അവളെ ചിന്തിക്കാത്തത്? ഒന്നുമില്ലമ്മ. അതെ, അവൻ്റെ മനസ്സിൽ പല പല ചിന്തകളായിരുന്നു. എന്താ മോനെ നീ ഇങ്ങനെ? എന്താ നിനക്ക് പറ്റിയത്? ഉമ്മ ഒന്നുമില്ല. സീനത്ത് അതാ അവിടെ റൂമിൽ തന്നെ ഇരിക്കുകയാണ്. ആങ്ങള അതാ സീനത്തിൻ്റെ റൂമിനടുത്തേക്ക്. ഓ ഇക്കാക്ക വന്നോ? അല്ല ഇക്കാക്ക, നമ്മൾ എന്ന് പോകുന്നത്? എങ്ങോട്ട്? നമ്മൾ ഗൾഫിലേക്ക് പോവല്ലേ? അതെ, ഷെഫി ഉസ്താദിൻ്റെ കൂടെ എനിക്ക് ജീവിക്കണം. എൻ്റെ കുഞ്ഞുണ്ട് അവിടെ. അവൻ മൗനം പാലിച്ചു. ഇക്കാക്ക എന്നെ പറ്റിച്ചില്ലേ? അത് ഇൻഷാ അല്ലാ ഇക്കാക്ക, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്നേ. സീനത്തെ നീ ക്ഷമിക്ക്, ഇൻഷാ അല്ലാ ഒക്കെ റെഡിയാവും. ഇക്കാക്ക, ഷെഫി ഉസ്താദിൻ്റെ കൂടെ മാത്രം ഞാൻ ജീവിക്കുള്ളൂ. ഞാൻ ഒരു തെറ്റിലേക്കും പോവില്ല. ഞാൻ ചെയ്ത് ഞാൻ അന്ന് മാപ്പ് പറഞ്ഞതല്ലേ. പക്ഷേ പിന്നെ എനിക്ക് എന്തൊക്കെയോ തോന്നിയിട്ടാണ്. എനിക്ക് ഷെഫി ഉസ്താദിൻ്റെ കൂടെ മാത്രം ജീവിച്ചാൽ മതി. എൻ്റെ കുഞ്ഞുണ്ടല്ലോ കേട്ടോ. സീനത്തെ, അദ്ദേഹത്തിന് വേറെ ഭാര്യയുള്ള കാര്യം നിനക്കറിയില്ലേ? അറിയാം, ആയിക്കോട്ടെ. പക്ഷെ ഞാനാണല്ലോ ആദ്യ ഭാര്യ. എന്നെ 3 തലാക്കും ചെയ്തിട്ടില്ലല്ലോ. എങ്കിലല്ലേ ഞാൻ ഭാര്യ അല്ലാതിരിക്കുള്ളൂ. ഇപ്പോഴും ഞാൻ ഭാര്യയാണല്ലോ. ശരിക്കും അവളുടെ വാക്കുകൾ കേട്ട് അവന് ഉത്തരം പറയാനില്ലായിരുന്നു.
ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി. പക്ഷേ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അത് ആ ഒരു മുഖമായിരുന്നു നൂറ. നാളെയാണ് അവളുടെ പെണ്ണ് കാണല്. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു പെൺകുട്ടി, ആ ഒരു പെൺകുട്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത തേങ്ങൽ. മോനെ, ഉമ്മ വിളിച്ചു. ആ ഉമ്മ, ഇന്ന് മോനെ ചായ, നല്ല ചൂടുള്ള പഴംപൊരി എടുത്തു വെച്ചിട്ടുണ്ട്, മോൻ ചായ കുടിക്കേ. സീനത്തിനെ വിളിച്ചോ? മോളെ സീനത്തെ, ചായ കുടിക്കാൻ വാ. ഇക്കാക്ക എൻ്റെ കൂടെ കുടിക്കോ? വാ. അങ്ങനെ അവർ രണ്ടുപേരും ചായ കുടിക്കുന്നു. എന്നാൽ പതിവിന് വിപരീതമായി അവനൊന്നും മിണ്ടുന്നില്ല. എന്താ ഇക്കാക്ക ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞ കാര്യം നടക്കൂലല്ലേ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്. സീനത്തിൻ്റെ വാക്കുകൾ കേട്ട് അവൻ അവളെ നോക്കി. എന്നെ നോക്കൊന്നും വേണ്ട, ഞാൻ വിചാരിച്ച കാര്യം എനിക്ക് സാധിപ്പിച്ചു തരണം. അവൻ ഒരു മൂളുക മാത്രം ചെയ്തു എന്നല്ലാതെ കൂടുതലായി ഒന്നും പറഞ്ഞില്ല. അവൻ ചായ കുടിച്ചിട്ട് വല്ലാതെ ഇറങ്ങുന്നില്ലേ. അല്ല മോനെ, എൻ്റെ കുട്ടിക്ക് നല്ലോണം ഇഷ്ടമായിരിക്കുമല്ലോ നല്ല ചൂടുള്ള പഴംപൊരിയൊക്കെ. ഇതിപ്പോൾ എന്താ, ഒന്നും വല്ലാതെ കഴിക്കണില്ലല്ലോ. ഉമ്മ മതി. അവൻ ഒരു പഴംപൊരിയും ഒരു അര ഗ്ലാസ് ചായയും കുടിച്ച് അവൻ റൂമിലേക്ക് പോയി. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത വിഷമായിരുന്നു. മഗ്‌രിബ് ബാങ്ക് കൊടുത്തു. സമയം ഇരുട്ടായി തുടങ്ങി. പതിവ് പോലെ അവൻ മഗ്‌രിബിന് ശേഷം പുറത്തേക്കൊന്ന് ഇറങ്ങാറുണ്ടായിരുന്നു. പക്ഷെ അവൻ അന്ന് ഇറങ്ങിയില്ല. മോനെ, എടാ. ഓ, ഞാൻ വിചാരിച്ചു ഈ പോയെന്ന്. അല്ല, എന്തിപ്പൊന്ന് പോതെ ഇവിടെ ഇരുന്ന് പെങ്ങൾക്ക് കാവലിരിക്കുകയാണോ? ഒരു നിമിഷം അവൻ പറഞ്ഞു. അതെ, പെങ്ങൾക്ക് കാവലിരിക്കണമെന്ന്. എന്താ? എന്നാൽ അത് കേട്ടപ്പോൾ സീനത്തിന് വല്ലാത്ത സന്തോഷം. ഇക്കാക്ക, സത്യമായിട്ടും ഞാൻ പറഞ്ഞതുകൊണ്ടാണോ ഇക്കാക്ക പോകാത്തത്? അവൻ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. പക്ഷെ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നാളെ നൂറിയെ പെണ്ണ് കാണാൻ വരുന്നതിൻ്റെ ആ ഒരു ടെൻഷനായിരുന്നു. അതുകൊണ്ട് അവൻ പുറത്തേക്കിട്ട് കൂട്ടുകാരന്മാരുടെ ഇടയിലേക്ക് വരെ പോകുന്നില്ല. അവിടെ തന്നെ അന്ന് വീട്ടിലിരിക്കുകയാണ്. എന്നാൽ അതാ അവൾ വിചാരിക്കുന്നു, തനിക്ക് വേണ്ടിയിട്ട് തൻ്റെ ഇക്കാക്ക അവിടെ ഇരിക്കുകയാണെന്ന്. ഇക്കാക്ക പോയിക്കോളേ, ഞാൻ കുറച്ച് സമയമല്ലേ, കുഴപ്പമില്ല, ഇക്കാക്ക പോയിക്കോളേ. അതിനിപ്പോൾ എന്താ, എനിക്ക് വേണ്ടിയിട്ടാണോ ഇരിക്കുന്നത്? എന്നാൽ അവൻ പറഞ്ഞു, മോളെ സീനത്തെ, നീ നന്നായി കാണണം, അതാണ് ഇക്കാക്കാൻ്റെ ആഗ്രഹം. നല്ല രീതിയിലാകണം, അതേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. നീ ബുദ്ധിമുട്ടാകുന്നതും ഇടങ്ങാറാകുന്നതും കഷ്ടപ്പെടുന്നതും എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇക്കാക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നതും ഇവിടെ നിർത്തിയതൊക്കെ. എന്നാൽ അത് കേട്ടപ്പോൾ തൻ്റെ ആങ്ങൾക്ക് തന്നോട് അതിയായ സ്നേഹമുണ്ട് എന്ന് അവൾ വിചാരിച്ചു. എന്നാൽ അവനന്ന് പോയില്ല. പെട്ടെന്ന് തന്നെ അവൻ ഭക്ഷണം കഴിച്ച് ബെഡ്റൂമിലേക്ക് പോയി. അതെ. എന്നാൽ തൻ്റെ ഫോൺ എടുത്ത് നോക്കി. നമ്പറുണ്ട് അവളുടെ ഉപ്പയുടെ. ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാലോ, പറഞ്ഞാലോ? വേണ്ട പഠിച്ചോനെ, വാപ്പ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നതാണ്. ഓരോ ഡ്യൂട്ടി ഉണ്ട്, ഓരോ കാര്യം ചെയ്യാണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് അളവെടുക്കാനും പുതിയത് പണിയാനും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് വർക്കും കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ റൂമിലെയും കുറേ വർക്കും കാര്യങ്ങളും അതും ചെയ്യുന്നുണ്ട്. പിന്നെ മോളുടെ കല്യാണം ആകുമ്പോഴേക്കും പെട്ടെന്ന് കുറേ പണികൾ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇന്നെനിക്ക് പോകാൻ പറ്റിയില്ല. അത് കേട്ടപ്പോൾ അവൻ ഫോണെടുത്ത് വെറുതെ നോക്കി. ഇല്ല. എന്നാൽ ഈ സമയം അതാ നൂറിയുടെ വീട്ടിൽ ഉമ്മയും ഉപ്പയും ഒക്കെ ഒന്ന് കിടന്നാൽ ആ ഫോണൊന്ന്, ഉമ്മയുടെ ഫോണ്, ഉമ്മയുടെ അനിയത്തിയെ വിളിച്ച് ഉമ്മ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. വിളിച്ചാൽ ഒരുപാട് സമയം സംസാരിക്കും, അതങ്ങനെയാണ്. അല്ലെങ്കിലും ജ്യേഷ്ഠത്തിമാരും അനിയത്തിമാരും അങ്ങനെയാണല്ലോ, വിളിക്കുമ്പോൾ 1.5 മണിക്കൂറോളം സംസാരിക്കും. ഇഷ നമസ്കരിച്ചതിന് ശേഷം തുടങ്ങിയതാണ് സംസാരം. എന്താണ് അവർക്ക് ഇത്ര തോന്നെ പറയാനുള്ളത്? ആ മോളെ സൽമ, പിന്നെ നാളെ മോളെ പെണ്ണാണാൻ വരുന്നുണ്ട് കേട്ടോ. ആരെ? നൂറിയെ? നൂറിയെ പെണ്ണാണാൻ വരുന്നുണ്ട്. അല്ല, നൂറല്ലേ പറഞ്ഞത് ഇപ്പോഴൊന്നും ഒന്നും വേണ്ട, എനിക്ക് പഠനം കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറഞ്ഞത്? അതൊക്കെ ശരി തന്നെയാണ് മോളെ, ഒരാളുടെ കൈകളിലാണ്ട് ഏൽപ്പിച്ചു കൊടുത്താലേ നമുക്ക് സമാധാനമായില്ലേ. പിന്നെ നമ്മൾ അത് ഇത് വിചാരിച്ച് നിൽക്കണ്ടല്ലോ. പിന്നെ പഠിപ്പിക്കുകയാണെ ഓല് പഠിപ്പിച്ചോളും. പൊന്നാര പെണ്ണ്, ഇപ്പോഴത്തെ കാലാണ്, ഓരോന്ന് കേൾക്കലില്ലേ. കല്യാണം ഉറപ്പിച്ച പെണ്ണ് ഒരുത്തൻ്റെ കൂടെ പോയി, അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഒളിച്ചോടി, അങ്ങനെയൊക്കെ ഇക്കാക്ക് പേടിയാണേ. ഇക്കാക്കൊക്കെ അല്ലെങ്കിലേ ഭയങ്കര സ്ട്രിക്റ്റാണ് ആ കാര്യത്തിലൊക്കെ, പെൺകുട്ടികളെ കാര്യത്തിൽ.
അതുകൊണ്ട് തന്നെ അങ്ങനെ നല്ല കോളേജിലൊക്കെ ചേർത്തും ചെയ്തു. ഇനിയിപ്പോൾ കുട്ടികൾ ഒരു തെറ്റിലും പെട്ടുപോകരുതെന്ന് വിചാരിച്ചിട്ട്. ആ അപ്പം പിന്നെ എന്നോട് ഒരു ആലോചന വരുന്നുണ്ടെന്ന് കുറേ ആയി തുടങ്ങിയിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ ഉണ്ട് കഴിഞ്ഞോട്ടെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് അളിയനെ പെൺകുട്ടികളുടെ കാര്യത്തിൽ വലിയ ബേജാറാണേ. ഓരോന്നിൽ പെട്ടുപോയി കഴിഞ്ഞാൽ വലിയൊരു കെണിയാവൂലേ എന്ന് കരുതിയിട്ട്. എന്നാൽ ഉമ്മയൊന്ന് ഫോൺ വെച്ചിട്ട് വേണം ആ ഫോണൊന്ന് എടുക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവള്. അതെ, നമ്പർ ഉപ്പാൻ്റെ ഫോണിലുണ്ട്, അതൊക്കെ കിട്ടിയേക്കണേ. പക്ഷേ ഉമ്മ ഫോണൊന്ന് വെച്ചെങ്കിലല്ലേ. ഉമ്മ എന്താടി, വേഗം പോയി കിടന്നുറങ്ങിക്കോ. കുറച്ച് നേരത്തെ കാലത്ത് നാളെ നെയ്ച്ചോണ്ട്, എന്നാലേ മുഖത്തൊരു ഉന്മേഷമൊക്കെ ഉണ്ടാവുള്ളൂ. എന്നത്തെയും പോലെ കിടന്നുറങ്ങാൻ നിൽക്കണ്ട. ഉമ്മ ഹലോ. എന്നാൽ പിന്നെ എന്തൊക്കെയാടി? എന്നാൽ ഞാൻ നാളെ വിളിക്കട്ടെ. വിവരങ്ങളൊക്കെ ഇനിയിപ്പോൾ കണ്ടുപോയിട്ട് എന്തൊക്കെ മറ്റത് ഓർക്കടി ഹയറാവാൻ വേണ്ടിയിട്ട്. നല്ല ഹയറായതായാലേ നമുക്ക് ഉണ്ടാകട്ടെ. മറ്റെന്താന്ന് വലിയ ഇടങ്ങാറാണതേ. ഇങ്ങനെ ആൾക്കാരെ മുമ്പൊക്കെ ചായയും വെള്ളയിട്ട് പോകാൻ എന്തോ ഒരു ഇടങ്ങാറാണ് കുട്ടികൾക്ക്. ഏതായാലും അളിയന് പറഞ്ഞ സ്ഥിതിക്ക് നാളെ വരും. പിന്നെ ഞാൻ വിവരങ്ങളൊക്കെ പറയണ്ട കേട്ടോ. ആയിക്കോട്ടെ താത്ത. എന്നാൽ ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അങ്ങനെ അത് ഫോണുമായി ഉമ്മ ബെഡ്റൂമിലേക്കാണ് പോയത്. നൂറ ഒരു നിമിഷം ഞെട്ടി. റബ്ബേ, ഞാൻ എന്തൊക്കെയോ ആഗ്രഹിച്ചല്ലോ. പക്ഷെ അതെ, അവനോടൊന്ന് സംസാരിക്കണം. ഒന്നുമില്ലെങ്കിൽ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയണം. പക്ഷേ ഉമ്മ ഫോണുമായി ബെഡ്റൂമിലേക്കാണ് പോയത്. അവിടെ പോയി ഫോൺ എടുക്കൽ ഒരിക്കലും നടക്കില്ല. റബ്ബേ, അവൾ വല്ലാത്ത സങ്കടത്തിലായി. എന്നാൽ ഈ സമയം നമ്മുടെ ഷമീറിൻ്റെ വീട്ടിൽ അതെ ആ ഉമ്മക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു ആയിഷയെ കണ്ടുവന്നതിൽ. പക്ഷെ ഒരിക്കൽ പോലും തൻ്റെ പ്രിയപ്പെട്ട പൊന്നു മോൻക്ക് അവളെ വിവാഹം കഴിക്കാൻ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. മോനെ, സത്യം പറയടാ, ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ? നമ്മൾ ഈ പാവങ്ങളായ ആളുകളുടെ അടുത്തേക്ക് അല്ല മോനെ, ഞാൻ എന്തേ കേൾക്കുന്നത്? ഉമ്മ, ഞാനല്ല, എല്ലാം ആസിഫ് പറയും. അങ്ങനെ ഏതാ ആസിഫ് അന്നും വീട്ടിലേക്ക് വന്നു. ഉമ്മ, നിങ്ങൾക്കിപ്പോഴും വിശ്വസിക്കാനായില്ല അല്ലേ? ഉമ്മ, ഞാൻ ഒരു കാര്യം പറയാം. പൊന്നു മോനെ, നമ്മൾ ഈ ചെറുകുടിലേക്ക് ആ ഒരു DGP സാറിൻ്റെ വലിയ കൊട്ടാരം പോലത്തെ വീട്ടിൽ കഴിയണ ആ മോൾ ഇങ്ങോട്ടൊക്കെ കയറി വരുമോ മോനെ? എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിയണില്ല. ഉമ്മ പെണ്ണ് കണ്ടു വന്നതിന് ശേഷം അത്യാവശ്യം ടെൻഷനിലായിരുന്നു. കാരണം മക്കളൊക്കെ അത് പറയുന്നുണ്ട്. പക്ഷേ വിശ്വസിക്കാൻ കഴിയണില്ല എനിക്ക്. ഉമ്മ, ഞാൻ പറഞ്ഞ ഉമ്മ വിശ്വസിക്കൂല. ആസിഫ് തന്നെ പറയട്ടെ. അങ്ങനെയാണ് ആസിഫ് വന്ന് വിവരങ്ങൾ പറഞ്ഞത്. എൻ്റെ പൊന്നുമ്മ, ആ കുട്ടിക്കൊരിക്കലും സമ്പത്തിലും സ്വത്തിലും ഒന്നല്ല. കുട്ടിക്ക് സൽസ്വഭാവം, പഴമ, അതുപോലെ കൃഷിയിടം, ഇതുപോലുള്ള ഈ ഒരു പ്രകൃതി രമണീയമായ കാഴ്ചകൾ, അതൊക്കെ ഈ കുട്ടി എപ്പോഴും ചിത്രങ്ങൾ വരക്കുന്ന കുട്ടിയാണ്. അതെ, പാടവരമ്പത്തിലൂടെ നടന്നു പോകുന്ന ആ ഒരു മനോഹരമായ കാഴ്ച, അതിനരികിലായിട്ട് ഒരു കൊച്ചുകുടിൽ, അതൊക്കെ ആ കുട്ടിയുടെ സ്വപ്നങ്ങളായിരുന്നു അത്രേ. പക്ഷേ സുന്ദരനായ നിങ്ങളുടെ മകൻ ഷമീറിനെ അവൾക്ക് ലഭിക്കുക എന്ന് വെച്ചാൽ അതൊരു വലിയ ഭാഗ്യം തന്നെയല്ലേ? ഓരോ പെൺകുട്ടികളുടെയും സ്വപ്നമാണ് ഷമീർ. കാരണം കാണാൻ സുന്ദരനാണ്, അതിനകത്ത് പ്രൗഢിയും ഭംഗിയും ഒത്തിണങ്ങിയ ഒരു മനുഷ്യനാണ് ഷമീർ. അതുകൊണ്ട് തന്നെ ഏതൊരു പെൺകുട്ടിയുടെയും സ്വപ്നമാണ് അത്. എൻ്റെ പൊന്നുമ്മ, ഷമീറിനെ അവൾക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്താ? മനസ്സിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്വത്തും സമ്പത്തും ഒന്നുമല്ലല്ലോ. ഷമീറിന് വേണമെങ്കിൽ ആവാലോ. അവന് അത്യാവശ്യം സാലറി വാങ്ങുന്നുണ്ട്. പോരാത്തതിന് അവൻ്റെ ഇഷ്ടം പോലെ എന്തും വേണമെങ്കിലും അവന് ചെയ്യാം. ഫ്ലാറ്റ് വേണോ, വീട് വേണോ ഒക്കെ. മാത്രമല്ല DGP സാർ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് സ്വന്തം മകൾക്ക് വേണ്ടി വലിയൊരു കൊട്ടാരം പോലത്തെ വീട് പണിത് തരാനും തയ്യാറാണ്. പക്ഷേ മകളുടെ ആഗ്രഹവും ഇഷ്ടവും അയാൾ കണ്ടുപിടിച്ചു. ആ പിതാവിൻ്റെ അടുത്താണ് നന്മയുള്ളത്. അത് തൻ്റെ മകൾ ആഗ്രഹിച്ചത് അതാണ് എങ്കിൽ തൻ്റെ മകളുടെ ഇഷ്ടത്തിനാണ് അദ്ദേഹം നിൽക്കുന്നത്. അതാണ്, ഒരിക്കൽ പോലും മക്കളുടെ സന്തോഷം ഇല്ലാതെയാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നില്ല. വളരെ നല്ലൊരു പിതാവല്ലേ? എന്നാൽ ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോനെ, അതൊക്കെ ശരി തന്നെയായിരിക്കും. പക്ഷേ ഈ ഒരു വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് മോനെ. ഇവിടെയാണെങ്കിൽ ഇരുന്നുള്ള അടുപ്പ്, പിന്നെ കൊച്ചു കുടില്, ശരിക്കൊരു സൗകര്യം പോലും ഇതിനകത്തില്ല. എൻ്റെ പൊന്നുമ്മ, സൗകര്യമൊക്കെ വേണമെങ്കിൽ ആവാലോ. അതൊക്കെ നിമിഷങ്ങൾ കൊണ്ട് എല്ലാം ഉണ്ട്. പണം ഉണ്ടെങ്കിൽ എന്താ?
പൊന്നു മോനെ, എന്നാലും ഞാൻ തീരെ എനിക്കിഷ്ടമാണ് ആ കുട്ടിയെ. എന്തെന്നറിയില്ല, വല്ലാത്തൊരു സ്നേഹമാണ്. എൻ്റെ പൊന്നു മോളെ പോലെയാണ് അവളുടെ ആ ഒരു സ്വഭാവം കാട്ടിക്കൂട്ടലൊക്കെ മോനെ. പക്ഷേ എൻ്റെ മരുമകളുടെ സ്ഥാനത്തേക്ക് അവൾ വരുന്നേ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഉമ്മ, നിങ്ങൾ ഭാഗ്യവതിയാണ്. കാരണം അവൾ തന്നെ മകനെ ഇഷ്ടപ്പെട്ട് പിതാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ആ സ്ഥിതിക്ക് ഇനി വൈകണ്ട, നമുക്കധികം വൈകാതെ നിക്കാഹ് കർമ്മത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുകയായിരിക്കും നല്ലത്. എന്നാൽ ആ ഉമ്മയുടെ കണ്ണുനീരിനിടയിലൂടെ ഒരു പുഞ്ചിരി വിടർന്നു. മോനെ. അതെ ഉമ്മ, അവളെ കൈപിടിച്ച് കയറ്റിക്കൂടെ? ആസിഫിൻ്റെ വാക്കുകൾ കേട്ട ഉമ്മ ഒരു നിമിഷം, മോനെ. ഉമ്മ കരയേണ്ട, സ്വപ്നമല്ല ഇത്, യഥാർത്ഥ സത്യമാണ്. ആ പെൺകുട്ടി നല്ലൊരു പെൺകുട്ടിയാണ് ഉമ്മ. അതെ മോനെ. എന്നാൽ ആ നിമിഷം തന്നെ ഷമീറിനെ വിളിച്ചു പറഞ്ഞു, മോനെ കൈ പിടിച്ച് കയറ്റാം, പക്ഷേ അവളെ നല്ലൊരു വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു മോനെ. ഈ കൊച്ചുകുടിലും പരിസരമൊന്നും ആ പെൺകുട്ടിക്ക് യോജിക്കൂലല്ലോ. എന്നാൽ ഷമീർ പറഞ്ഞു, ഉമ്മ അവളുടെ ഇഷ്ടം എന്താ അതിനനുസരിച്ച് നമുക്ക് നീങ്ങാം. എന്നാൽ ആ ഉമ്മക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എങ്കിലും ആ ഉമ്മ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അല്ലാ, അൽഹംദുലില്ലാ, ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എൻ്റെ കുട്ടിക്ക് സ്വാലിഹായ ഖൈറായ ഒരു പെൺകുട്ടിയെ നൽകണമല്ലാ എന്നായിരുന്നു. എന്നാൽ പഠിച്ചോനെ, ഞാൻ ആഗ്രഹിച്ച പൊന്നുമോൾ എൻ്റെ മരുമകളായി വരുന്നേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അല്ലാ, ഒരു നിമിഷം പടച്ച റബ്ബിനെ സ്തുതിച്ചു അവർ. എന്നാൽ ഈ സമയം അതാ നമ്മുടെ നൂറ കാത്തിരിക്കുകയാണ് ഉമ്മ ഫോൺ വെക്കാൻ. പക്ഷേ ഉമ്മ ഫോണുമായി നേരെ ബെഡ്റൂമിലേക്ക് പോയി. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഉമ്മയുടെ ജ്യേഷ്ഠത്തി സൈനബ വിളിക്കുന്നു. ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ താത്ത. ആ പിന്നെ ഫോൺ വിളിക്കാണ്ട് പുറത്തേക്ക് ആക്കിക്കോ. അവിടെ പോയി വർത്താനം പറഞ്ഞു. നിങ്ങളെ വർത്താനം അത് തീരൂല. ഞാനിതിങ്ങനെ ഒന്ന് ഉറങ്ങട്ടെ. എനിക്ക് വല്ലാത്തൊരു ക്ഷീണം തോന്നുന്നുണ്ട്. ഉപ്പയുടെ ആ ഒരു ശബ്ദവും കേട്ടു. എന്നാൽ ഉമ്മ ഫോണുമായി പുറത്തേക്ക് വന്നു. ഹലോ താത്ത. ആ നൂറക്ക് ഇങ്ങനെ ഒരു ആലോചന വന്നിക്കണേ. ഇൻഷാ അല്ലാ നാളെ വരും. ആ ആയിക്കോട്ടെ. പെൺകുട്ടികളായ നോക്കണമല്ലോ. മറ്റേത് എന്തിലൊക്കെ പെട്ടു പോയാലേ ഏതായാലും ഹൈറാൻ വേണ്ടി ദുആ ചെയ്യട്ടോ. ഇൻഷാ അല്ലാ ദുആ ചെയ്യണ്ടടി. പിന്നെ എന്തൊക്കെ നൂറമോൾ എവിടെ? ഓളെന്താ പറഞ്ഞു? ഓള് പറഞ്ഞ കുറച്ച് കഴിഞ്ഞിട്ട് മതി, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. ഇനി ഓല് പഠിപ്പിച്ചോളും, അല്ലാതെ എന്താ അല്ലേ? ഉമ്മയുടെ ജ്യേഷ്ഠത്തിയും അത് തന്നെയാണ് പറഞ്ഞത്. അതെ, ഞാൻ റൂമിൽ കണ്ട് എടുക്കാൻ പോയിനു. അപ്പോൾ അളിയൻ പറഞ്ഞേ അങ്ങോട്ട് പോയിക്കോ പുറത്തേക്ക്, ഞാൻ ഒന്ന് ഉറങ്ങട്ടെ, നിങ്ങളെ വർത്താനം തീരൂലാന്ന് നിൽക്കണേ. നമ്മളെ ഏട്ടത്തിയാളും ചെത്തിയാളും കുറേ സമയം സംസാരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ. ആ ഏതായാലും ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ പ്രത്യേകം ദുആ ചെയ്യട്ടോ. ആടി, നമ്മളെ കുട്ടി നല്ല ജയിൽക്ക് ആവട്ടെ, നല്ല രീതിയിൽ. അതന്നെ അല്ലല്ലേ ദുആ നമുക്ക് ചെയ്യാനുള്ളത്. റബ്ബേ, എന്നാടി ഞാൻ നാളെ വിളിക്കും, ഉറങ്ങിക്കോളി. ഇന്ന് നേരങ്ങളെ സുയിപ്പാക്കണില്ല, രാവിലെ നേരത്തെ ഒരുങ്ങേണ്ടി വരല്ലേ എല്ലാത്തിനും. ആ ആയിക്കോട്ടെ, എന്നാൽ ശരി, ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. എന്നാൽ ഉമ്മ ഫോൺ ഡൈനിങ് ഹാളിൽ തന്നെ വെക്കുന്നു. ഇനിയിപ്പോൾ ആരെയും വിളിച്ചാലേ ഉപ്പ ഉണന്നാലേ ഉപ്പാക്ക് വലിയ ഗതികേടേക്കാരുത്. ഏതായാലും ഇവിടെ നിന്നോട്ടെ. ഉമ്മ ഡൈനിങ് ഹാളിൽ ഫോൺ വെച്ച് അതാ ബെഡ്റൂമിലേക്ക് കിടക്കാൻ പോയി. ഒരു നിമിഷം അതാ നമ്മുടെ നൂറയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ലഡ്ഡു പെട്ടി. അവൾ ആകാംക്ഷയോടെ അത് നോക്കി. പഠിച്ചോനെ, അതെ ഫോൺ എടുക്കുകയാണ്, ഉമ്മയെങ്ങാനും അറിയോ? എങ്കിലും അവൾ സമാധാനിച്ചു. അതെ, ഭാഗ്യമുണ്ടെനിക്ക്, കാര്യം മറ്റൊന്നുമല്ല. ഉമ്മ ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോയത്. നൂറ പതുക്കെ ഫോൺ എടുത്തു അവളുടെ റൂമിലേക്ക് പോയി. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.